ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ചെറിയ ചില ടിപ്സും ആയിട്ടാണ്. നമ്മളെല്ലാവരും പാചകം എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നവരാണ്. അതുപോലെ തന്നെ കുക്കർ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചും കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇത് സേഫ് ആയിട്ട് ഉപയോഗിക്കാനും നമ്മൾ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കുക്കർ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ പ്രഷർ വരുന്ന ഈ ഭാഗമില്ലേ, ഇത് ക്ലിയർ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇവിടെ ഒന്നും തങ്ങി നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഈ വിസിലിന്റെ ഉള്ളിൽ ഒന്നും തങ്ങി നിൽക്കാനായിട്ട് പാടില്ല. ഇപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കയറി നിൽക്കുന്നുണ്ടാവും, നമ്മളത് ശ്രദ്ധിക്കില്ല. അപ്പൊ കഴുകുമ്പോൾ പൈപ്പിന്റെ ചോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം വീഴ്ത്തിയിട്ട് കഴുകിയെടുക്കണം. കഴുകി കഴിഞ്ഞാലും ഒന്ന് വായിൽ വെച്ചിട്ട് ഊതിക്കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോളും. ഇപ്പൊ ഞാനിവിടെ നുറുക്ക് കഞ്ഞി കുക്കറിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അധികവും അതിന്റെ തരി ഇതിന്റെ ഉള്ളിലും വിസിലിന്റെ ഉള്ളിലും ഒക്കെ വന്ന് നിന്നിട്ടുണ്ടാകും. അടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പും ഇതിന്റെ ഉള്ളൊക്കെ ക്ലിയർ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇതിന്റെ സേഫ്റ്റി വാൽവ്. അതായത് കുക്കറിൽ ഇതിന്റെ വിസിലല്ലാതെ ഇതുപോലെ ഒരു ഭാഗം കാണാം, ഇതാണ് ഇതിന്റെ സേഫ്റ്റി വാൽവ്. അപ്പൊ നമുക്കിത് നോക്കുമ്പോൾ കാണാം, ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു ചെറിയ പാളി പോലെ മൂടി നിൽക്കുന്നുണ്ടാകും. സേഫ്റ്റി വാൽവ് പേര് പോലെ തന്നെ കുക്കറിന്റെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഈ പ്രഷർ കുക്കറിന്റെ ഉള്ളിൽ പ്രഷർ ഒരു പരിധി ആവുമ്പോഴാണ് അത് വിസിലിലൂടെ പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും കൊണ്ട് ഇത് കംപ്ലൈന്റ് ആവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് പ്രഷർ പുറത്തു വരാതാവുമ്പോൾ ഇതിന്റെ ഉള്ളിൽ പ്രഷർ കൂടി ഒരു ലെവലിന്റെ അപ്പുറത്തേക്ക് പ്രഷർ വരുമ്പോഴാണ് കുക്കർ പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സേഫ്റ്റി വാൽവ്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരു പരിധിയിൽ കൂടുതൽ പ്രഷർ ആയിട്ടുണ്ടെങ്കിൽ ഈ സേഫ്റ്റി വാൽവിന്റെ മൂടി നിൽക്കുന്ന ഭാഗം പൊട്ടിയിട്ട് അതിലൂടെയാണ് ആ പ്രഷർ പുറത്തേക്ക് പോവുക. അപ്പൊ നമ്മൾ ഈ സേഫ്റ്റി വാൽവ് എപ്പോഴും ചെക്ക് ചെയ്യണം. ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ മാറ്റി വെക്കണം. ചിലപ്പോൾ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ തങ്ങി നിൽക്കണുണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ക്ലിയർ ചെയ്യണം. ഇത് ചെറിയ പൈസക്ക് മേടിക്കാൻ കിട്ടും, വീട്ടിൽ തന്നെ നമുക്ക് മാറ്റി വെക്കാനും പറ്റും, ഒരു പണിയുമില്ല. ചിലര് ഇത് പൊട്ടിയാലും ഇതിന്റെ ഉള്ളിൽ ആണിയൊക്കെ തിരികെ വെച്ചിട്ട് ഉപയോഗിക്കും. അങ്ങനെയൊന്നും ഉപയോഗിക്കരുത്. ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയൊരു അപകടമായിരിക്കും വരിക. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ ഇതിൽ നിറച്ച സാധനങ്ങൾ കുക്ക് ചെയ്യാനായിട്ട് വെക്കരുത്. ഒന്നുകിൽ യൂസർ മാനുവൽ നോക്കുക, അപ്പൊ അതിൽ പറയണ മാക്സിമം ലെവല്, അതല്ലെങ്കിൽ ഒരു 1/4 ഭാഗം, ഏറ്റവും സേഫ് ആയിട്ട് ഒരു 3/2 ഭാഗം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതാണ് സേഫ്. പിന്നെ ഇതിൽ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ് വിസിലിന്റെ ഭാഗത്തൂടെ ഒരുപാട് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. അപ്പോൾ വിസിൽ വെക്കാതെ ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ഉള്ളിലൂടെ ആവി നന്നായിട്ട് പുറത്തേക്ക് വരുമ്പോൾ വിസിൽ ഇതിലേക്ക് ഇട്ടാൽ മതി. അങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. വെള്ളം ലീക്ക് ആവുന്നതല്ലാതെ ഈ പരിപ്പും കഞ്ഞിയൊക്കെ വേവിക്കുമ്പോൾ ഇങ്ങനെ പശ പോലെ വരാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് കുക്കറിന്റെ മൂടിയുടെ ഉള്ളിൽ വെളിച്ചെണ്ണ തടവിയാൽ മതി. അപ്പൊ ഇങ്ങനെ നിറഞ്ഞു തൂകി വരണത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ കണ്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇതിന്റെ വിസിൽ വരില്ല, എന്നിട്ട് ഇതിന്റെ പുറമേയുള്ള ഭാഗങ്ങളിലൂടെ ആവി പുറത്തോട്ട് പോകും. അത് മെയിൻ ആയിട്ടും ഇതിന്റെ വാഷർ ലൂസായിട്ട് ഇരിക്കണോണ്ടാണ് വരുന്നത്. നമ്മളിത് പാചകം ചെയ്യുമ്പോഴായിരിക്കും കാണാം. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കുക്കർ ചൂടായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് വാഷർ ഊരിയെടുക്കുക. ചൂടായ വാഷർ എടുത്ത് പെട്ടെന്ന് തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി. എന്നിട്ട് വീണ്ടും വാഷർ ഇട്ടാൽ ശരിയായിട്ട് ചേർന്നോളും. ഇനി നല്ലോണം ലൂസായിട്ടാണ് വാഷർ ഉള്ളതെങ്കിൽ വെള്ളത്തിൽ ഇടുന്നതല്ലാതെ വെള്ളത്തിൽ വെച്ചിട്ട് തന്നെ എല്ലാ വശത്തേക്കൊന്ന് വലിച്ചും കൊടുക്കും. അപ്പൊ ശരിയായിട്ട് ചേർന്നോളൂ. പിന്നെ ഈ വാഷർ ഉപയോഗിക്കുമ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും 1 മണിക്കൂർ ഒന്ന് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ലൂസായി പോകുന്നത് ഒഴിവാക്കാൻ പറ്റും. കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വാഷർ മാറ്റുക. ഇനിയിപ്പോൾ അഥവാ മാറ്റണില്ലെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടായിരിക്കണം. പിന്നെ പാചകം കഴിഞ്ഞു നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ പ്രഷർ വന്നുപോയി, അതല്ലെങ്കിൽ നമുക്ക് സമയമില്ല പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മൂടി തുറന്നെടുക്കരുത്. അതിന്റെ പ്രഷർ കൊണ്ട് മൂടി മുഖത്തേക്ക് അടിക്കും. ഒന്നുകിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിന്റെ വെയിറ്റ് ഉയർത്തി വെക്കുക, എന്നിട്ട് ഇതിന്റെ പ്രഷർ മുഴുവൻ പോയതിനു ശേഷം ഓപ്പൺ ചെയ്താൽ മതി. ചിലതില് ഇങ്ങനെ ഒറ്റയടിക്ക് ഉയർത്തി വെച്ചാൽ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ വരും, അപ്പൊ ഇടവിട്ട് ഉയർത്തി വെച്ചാൽ മതി. അതല്ലെങ്കിൽ കുക്കർ പൈപ്പിന്റെ ചോട്ടിൽ വെച്ചിട്ട് അതിന്റെ മേലെ കൂടെ തണുത്ത വെള്ളം ഒഴിച്ചാൽ മതി. അപ്പൊ തന്നെ തുറന്നെടുക്കാൻ പറ്റും. പിന്നെ എപ്പോഴും കുക്കറിൽ പാചകം ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. കുറെ വേവുള്ള സാധനമാണെങ്കിൽ ഒരു 3 വിസിലൊക്കെ അടിച്ചിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പാകം ചെയ്യുക. അപ്പോൾ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ അറിവിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് പാചകം തുടങ്ങുന്ന പുതിയ ആൾക്കാർക്ക് ഉപകാരമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്